നമസ്കാരം. കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഇന്നിവിടുന്ന് ട്രെയിൻ നമ്പർ 16650 കേരളത്തിൻ്റെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ട്രെയിനായ പരശുരാം എക്സ്പ്രസ്സിന് കയറിയിട്ട് നാട്ടിലേക്ക് പോകുന്ന കാഞ്ഞങ്ങാടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ 3 ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. 3 ആ 3 ഓരോരോ ഭാഷയിൽ ഓരോരോ കളറിലും നെയിം ബോർഡ്. അപ്പോൾ ഏറ്റവും വലിയ മെയിൻ എൻട്രൻസ് ഈ കാണുന്ന മെയിൻ എൻട്രൻസ് തന്നെ. പിന്നെ അവിടെ കാണുന്ന അപ്പുറത്ത് ഈ റോഡ് കടന്ന് അപ്പുറത്ത് തന്നെ KSRTC ബസ് ടെർമിനലും ആയി. അപ്പോൾ നമ്മളെ വണ്ടി പരശുരാം എക്സ്പ്രസ്സിന് പോകുന്നതാണെന്ന് പറഞ്ഞു. നമ്മളെ വണ്ടി ഇപ്പോൾ ഓൾറെഡി നെയ്യാറ്റിൻകര എത്തി. അപ്പോൾ ഇവിടെ 6:10 എത്തും നമ്മളെ വണ്ടി. നാഗർകോവിലിന് 4:15, വെളുപ്പിന് 4:15 അത് അവിടെ നിന്ന് പുറപ്പെട്ട വണ്ടിയാണ്. അപ്പം 6:10 എത്തും. ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് അറിയില്ല, അതൊക്കെ വെച്ച് പ്ലാറ്റ്ഫോം നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് സെക്കൻഡ് സിറ്റിങ്ങിലാണ്. D3യിലാണ് എൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്. അപ്പം എന്താവും യാത്ര എന്നറിയില്ല. കേരളത്തിലെ ഏറ്റവും എന്താ പറയുക തിരക്കേറിയ വണ്ടികളൊന്നാണ്, ഏറ്റവും ഡിമാൻഡുള്ള വണ്ടികളൊന്നാണ്. പകൽ ട്രെയിനിങ് ഡേ ടൈമിൽ ഓടുന്ന കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ട്രെയിനുകളൊരു ട്രെയിനാണ് പരശുരാം എക്സ്പ്രസ്. അവിടെ കാണുന്ന തന്നെയാണ് KSRTC ബസ് ടെർമിനൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് എന്തോ ഒരു നല്ലൊരു പനയന മരമോ എന്തോ ഒരു മരം ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ സ്റ്റേഷൻ്റെ അകത്തോട്ടേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ജൻശതാബ്ദി എക്സ്പ്രസ്സിനാണ് ഇവിടുന്ന് കോഴിക്കോടിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടി വരത്ത് പ്ലാറ്റ്ഫോം നമ്പർ 5 നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജുണ്ട്, അല്ല എസ്കലേറ്റർ ഉണ്ട്, അത് കയറി പോവാം. ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മീത്തിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പ്ലാറ്റ്ഫോം 4, അപ്പുറത്ത് 5. ഫോർ ആൻഡ് 5 ഇങ്ങോട്ട് വലത്തോട്ട്, അല്ല ഇടത്തോട്ട്. പ്ലാറ്റ്ഫോം 4ലേക്ക് ഏതോ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തുള്ളത് ശബരി എക്സ്പ്രസ്. ഇതിവിടുന്ന് 6:45 എടുക്കും, 6:45. 6:10 വന്നിട്ട് 6:15 എടുക്കേണ്ട വണ്ടി 6:05 വന്നു. വിജയവാഡ വെബ് 4 ആണ് ലോക്കോമോട്ടീവ്. എൻ്റെത് ഈ ഒരു സീറ്റാണ് 49. അത് ഇൻറ്റും ഇങ്ങനെയുണ്ട്, കുളമായി വീടെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് വീട് എടുക്കാം, എടുത്ത ആൾ വരുന്നവരെ. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു.
ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തു. ഇതിന് അത്യാവശ്യം എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാം എടുക്കാൻ പറ്റൂല, ഇല്ലങ്ങനത്തെ കുറേ ഇടും. ഇതിന് നാഗർകോവിൽ സെൻറ്ററിൽ നിന്നും മംഗളൂരുവിനും ഇടയിൽ 51 സ്റ്റോപ്പുണ്ട്. ചിറയൻകീഴ്, അടുത്തത് വർക്കല ശിവഗിരി, അത് കഴിഞ്ഞാൽ പരവൂർ, പിന്നെ കൊല്ലം. ട്രെയിൻ കൊല്ലം എത്തിയിട്ടാണ്. കൊല്ലത്തെ ആ വളവാണ് ഇത് കാണുന്നത്, യു ടേൺ. ട്രെയിൻ കൊല്ലത്തെത്തിയിട്ടാണ്. കൊല്ലത്ത് ഇവിടുന്ന് കുറേ പേര് കയറാനുണ്ട്. പിന്നെ കൂടുതൽ പേര് കയറുന്നത് അൺറിസർവ്ഡ് കോച്ചുകളാണ്. കാരണം ഇതിൽ 12 അൺറിസർവ്ഡ് കോച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ സെക്കൻഡ് സിറ്റിംഗ് കോച്ച് ഞാൻ യാത്ര ചെയ്യുന്നത് അത് D3 3 പിന്നെ ചെയർക്കാർ കോച്ച് അത് 2 AC ചെയർക്കാർ. പിന്നെ കൊല്ലം ജംഗ്ഷൻ ഇവിടുന്ന് പുനലൂരിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്, കായംകുളം, പിന്നെ നമ്മൾ വന്ന ട്രിവാൻഡ്രം ലൈൻ, അങ്ങനെ 3 ലൈനുണ്ട് കൊല്ലം ജംഗ്ഷൻ. ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റെല്ലാം ജാം പാക്ക്ഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഈ ട്രെയിനിൽ മറ്റേ തെക്കൻ കേരളത്തിലെ തിരക്കാണുള്ളത്. അവിടെ നിന്ന് വരുമ്പോൾ മലബാറിൻ്റെ തിരക്കുണ്ടാവും, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ആ ഭാഗത്തുള്ള തിരക്ക്. ഇപ്പോൾ കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം ആ ഭാഗത്തുനിന്ന് തിരക്കും. ഇവിടെ എക്സ്ട്രീം റൈറ്റിൽ കാണുന്ന ലൈനാണ് പുനലൂർ ഭാഗത്തേക്ക് പോകുന്നത്. ആ ഒരു ലൈൻ അങ്ങ് അവിടെ കാണുന്ന ഒറ്റ ലൈൻ നേരെ പുനലൂർ ഭാഗത്തേക്ക് പോയി. കായംകുളം ജംഗ്ഷൻ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടാ. ഇവിടെ അങ്ങനെ ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ല. വന്ദേ ഭാരതിലൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. വിൻഡോ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വീടെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്ന ലൈൻ നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോയി. നമ്മൾ കോട്ടയത്തേക്ക്. അതുകൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ ആയത്. ആലപ്പുഴ ലൈനിലായത് യാത്ര ചെയ്തിട്ടില്ല. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂരൊക്കെ നേരത്തെ കഴിഞ്ഞ് ഞാൻ നല്ല ഉറക്കിലായിരുന്നുണ്ടായ ആ സമയത്ത്. ഇവിടുന്നും കുറേ പേരുണ്ട് കേട്ടോ. അൺറിസർവ്ഡിലൊക്കെ കയറാൻ ഇവിടുന്ന് കുറേ തിരക്കുണ്ട്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരുന്ന് ബോറടിച്ച് മലയെ ഉരുട്ടി വരുന്നല്ലേ ഇത്. ഒന്നാമതേ ഇവിടെ സ്പീഡ് റിസ്ട്രിക്ഷൻ ഉണ്ടല്ലോ 90 kmph. പക്ഷേ ചില ട്രെയിനുകളൊക്കെ ഇവിടെ 110 kmph ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇതുവരെ കിട്ടിയിട്ടാവുന്നു. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മളെ വണ്ടിക്ക് മൊത്തം പരിസടിച്ചിട്ട് ട്രെയിനെ കളഞ്ഞിട്ട് ഇപ്പോൾ കാണാനേ രസമില്ല. ചങ്ങനാശ്ശേരിയൊക്കെ 1 മിനിറ്റാണ് ട്രെയിൻ ഹോൾട്ട് ഉള്ളത്. ട്രെയിൻ ഡിലേയൊന്നുമില്ല കേട്ടോ വലിയ. ട്രെയിൻ കോട്ടയത്ത് എത്തിയിട്ട് 9:20 ഇവിടെ എത്തേണ്ട ട്രെയിനാണ് ഇപ്പം 9:41. 21 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടയം പ്ലാറ്റ്ഫോം 2 ഇതാ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്. ആരക്കോണത്തിൻ്റെ വേർപോറായിട്ടാണ് വരുന്നുള്ളത്.
ഇത് പുനലൂർ വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ. പുനലൂരിൽ നിന്ന് ലോക്കമൊക്കെ മാറ്റും, ഡീസൽ ലോക്കമൊക്കെ ആക്കും. ഇതുവഴി ഡീസലിൽ പോകുന്ന ഏക വണ്ടിയിലും അത് എറണാകുളം വേളാങ്കണ്ണിയാണ്. പിന്നെ പൂർണ്ണ ഉണ്ട്, പൂർണ്ണ എറണാകുളം പൂനെ, അത് മറ്റേ പാലക്കാട് ഡിവിഷനിലെ വന്നത്. ഈ ഒരു തിരുവനന്തപുരം പാലക്കാട് ആ സ്ട്രക്ച് ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയത് 2001, 2005 ആ കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഷൊർണൂർ ടു മംഗലാപുരം 2019 ആ സമയമാണ് കഴിഞ്ഞത്. പിന്നെ പുനലൂർ, ചെങ്കോട്ടൈ, ഷൊർണൂർ, നിലമ്പൂർ അതൊക്കെ 2024 കൂടി കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കേരളം ശരിക്കും പറഞ്ഞാൽ 100% ഇലക്ട്രിഫൈഡ് ആയി. അതിന് കേരളത്തിൽ ഡീസൽ ലിങ്കൊന്നും ഉണ്ടാവില്ല. ആ പൂർണ്ണ എക്സ്പ്രസ് മാത്രമാണ് കുറച്ചൊരു ഡൗട്ട്. അത് ആ ദൂദ്സാഗർ വഴി പോകുന്നത് കൊണ്ട് അവിടെ കുറേ അടുത്ത് ഇലക്ട്രിഫിക്കേഷൻ്റെ പണി കുറേ ബാക്കിയുണ്ട്. ബാക്കി വേളാങ്കണ്ണിയാൽ ചിലപ്പോൾ അടുത്ത മാസം മുതൽ ബാക്ക് പോകും. കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്തു. എറണാകുളം ജംഗ്ഷൻ വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ലൈൻ കണ്ടിട്ടില്ലേ? ആ ആലപ്പുഴ വരുന്ന ലൈനായത്. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് ഷൊർണൂർ ലൈനിലേക്ക് ജോയിൻ ആവല്. നമ്മൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വഴി വരുന്ന വണ്ടിക്കൊന്നും എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. ട്രെയിനാണ് എറണാകുളം ടൗണിലെത്തി. 10:55 വണ്ടി 10:55 ഓ ടൈം ഡിലേ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടിക്ക് പരശുരാമന് കാനങ്ങാട് നിന്ന് എറണാകുളത്തേക്ക് 5 തവണ വന്നിട്ടുണ്ട്. ആ 5 തവണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം മലബാർ ഏരിയയിൽ നിന്ന് കൊച്ചിയിൽ കളി കാണാൻ വരുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് പരശുരാം എക്സ്പ്രസ്. കാരണം അവിടെ നിന്ന് ചാനൽക്കാർക്ക് ഇരുന്നാൽ മതിയല്ലോ. പിന്നെ ഇവിടെ സ്റ്റേ എടുത്ത് കയറുന്ന ടൈം നമ്മൾക്ക് എത്തും. തിരുവനന്തപുരത്ത് നിന്ന് 5 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ, എറണാകുളം എത്താൻ. ഇനി കാനങ്ങാടിലേക്ക് ഇവിടെ നിന്നിട്ടുണ്ടാവും 8:30. തിരുവനന്തപുരത്ത് കാനങ്ങാടിലേക്ക് 12 മണിക്കൂറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് മംഗലത്തേക്കാണെങ്കിൽ 15 മണിക്കൂറുണ്ട്. കേരളത്തിൽ ഹൈ ഡിമാൻഡ് ഒരു ട്രെയിനാണ് പരശുരാം എക്സ്പ്രസ് ആണെങ്കിൽ പോലും കേരളത്തിൽ ഏറ്റവും അധികം ആൾക്കാർ വെറുക്കുന്നത് ഈ ഒരു ട്രെയിൻ തന്നെയാണ്. അത്രയ്ക്ക് ഹൈ ഡിമാൻഡ് ഉണ്ടായിട്ട് ഈ ട്രെയിനിന് വെറുക്കുന്നത്, ഈ ട്രെയിനൊക്കെ ഒരുപാട് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ടോ പിന്നെ ഈ ട്രെയിൻ ഭയങ്കര റിട്ടേഡാണ്. ട്രിവാൻഡ്രം ഡിവിഷനിൽ ഭയങ്കര റിട്ടേഡ്. പാലക്കാട് എത്തിയാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. പാലക്കാട് ഡിവിഷനിൽ കയറി കഴിഞ്ഞാൽ നല്ല വിടായിരിക്കും. ഒരുപാട് ആൾക്കാർ വെറുക്കുന്നുണ്ടെങ്കിലും ആ വെറുക്കുന്ന ആൾക്കാരെല്ലാം ഇതിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കലും. കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. രാവിലെയൊക്കെ വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് നല്ല സൂപ്പർ ടൈമിങ്ങാണ് അവിടെ നിന്ന് എടുക്കുന്നത് ഈ പരശുരാമം. പിന്നെ ഈ പരശുരാം എക്സ്പ്രസ് പറ്റി ഞങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഞാൻ ജീവിതത്തിൽ ആദ്യമായി യാത്ര ചെയ്തൊരു വണ്ടിയാണ് ഈ പരശുരാം എക്സ്പ്രസ്. ഞാനൊക്കെ റെയിൽ ഫാൻ ആകാൻ കാരണം ഈ പരശുരാം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടാണ്. അന്ന് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബാക്ക് ഈ മഞ്ഞ കോച്ചോ അല്ല, നീല ആൽക്കോമോട്ടീവും പിന്നെ നീല ICF ബ്ലൂ ആ ഒരു കോച്ചിൽ വന്നിരുന്ന കാലം. ആ കാലത്തൊക്കെ പരശുരാമൊക്കെ പുലിയാന്ന് കേട്ടോ.
ആ പരശുരാമൊക്കെ ഒരു ഇമോഷണലാണ്. ഇതൊന്നും കൊള്ളത്തില്ല പരസ്യം ഒട്ടിച്ചിട്ട്. പിന്നെ പരസ്യം ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ട്രെയിന്. ഇപ്പോൾ എന്താ ബോറടി വന്ന്. ഇവിടുന്ന് ഓവർടേക്ക് ഉണ്ട് കേട്ടോ. കൊച്ചുവേളി ഗോരഖ്പൂർ രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ്. ഇനി വയ്യ അമൃത്സർ കൊച്ചുവേളിയും ഓവർടേക്കാനുണ്ട്. സമയം ഇപ്പോൾ 12:56 നമ്മൾ ട്രെയിന് തൃശ്ശൂരിലെത്തി. ഇതിൻ്റെ ഇടയിൽ ചാലക്കുടി, ആലുവ, ഇരിങ്ങാലക്കുട, പുതുക്കാട്, അങ്കമാലിയൊക്കെ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടായിന്. അതൊന്ന് വീഡിയോ എടുത്തിട്ട് നല്ല ഉറക്കിലുണ്ടായതാണ്. പുതുക്കാടിന് ശബരി എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. അത് കിട്ടിയിട്ടില്ല. ഞാൻ സീറ്റ് ഇരിക്കുന്നുണ്ടായതാണ്. ഞാൻ മറ്റേ ഇതൊന്നും നോക്കിയിട്ടില്ല, ലൈവ് അപ്ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഓവർടേക്ക് അടിച്ച് പോകുന്നത്. പിന്നെ എനിക്ക് കോഴിക്കോട് നിന്ന് മറ്റേ കൊച്ചുവേളി അമൃത്സർ വീക്കിലില്ലേ, അത് ഓവർടേക്ക് നമ്മളെ ബ്രദർ വരുന്നുണ്ട്. മംഗളൂരു, നാഗർകോവിൽ, പരശുരാം. ട്രിവാൻഡ്രം ഡിവിഷൻ അവസാനിച്ചുട്ടാ. നമ്മൾ പാലക്കാട് ഡിവിഷനിലോട്ട് പ്രവേശിച്ചു. ഭാരതപ്പുഴൻ്റെ അടുത്തേക്ക് എത്തി ട്രെയിൻ. ആ ഭാഗത്ത് നിന്ന് വേറെ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നാണ് വരുന്ന വണ്ടി. ഡിബ്രുഗഡ് കന്യാകുമാരി വിവേക് സൂപ്പർ ഫാസ്റ്റ്. സ്ലീപ്പർ ക്ലാസ്സിലുള്ള അവസ്ഥ നോക്കിയതിൻ്റെ. ഇത് ഷൊർണൂർ ജംഗ്ഷൻ കയറാതെ പാലക്കാടിലേക്ക് വന്ന വഴിയാണ്. ഷൊർണൂർ പാലക്കാട് ലൈനായി കാണുന്നത്. പാലക്കാട് നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇതുവഴി വരും. ഷൊർണൂർ എത്തി. പ്ലാറ്റ്ഫോം 5-ലാണുള്ളത്. ഇപ്പുറത്ത് 6 നേത്രാവതി എക്സ്പ്രസ് നടപ്പുണ്ട്. എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി പരശുരാം എക്സ്പ്രസ്സിനെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ചരിത്രം പറയാം. ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചരിത്രമല്ല, നല്ല അക്കറിയതെല്ലാം പറയാം. ഈ വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയത് 1970 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഇത് മംഗലാപുരത്ത് നിന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് 1983 തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ പരശുരാമിലാണ് ഞാൻ ചെറുപ്പകാലത്തൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് 2012 ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നാഗർകോവിലേക്ക് നീട്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ പരശുരാം എക്സ്പ്രസ് ആയിട്ട് മാറിയത്. അതുപോലെ തന്നെ പണ്ട് ഈ എർണാട് എക്സ്പ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. എർണാട് എക്സ്പ്രസ് ഒക്കെ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് വന്നത്. 2010-12 ആ ഒരു കാലഘട്ടങ്ങളിലാണ് എർണാടിൻ്റെ വരവ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന്
നിലമ്പൂരിലേക്കൊരു ലൈന്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന കോഴിക്കോടിലേക്കുള്ളൊരു ലൈന്, പിന്നെ ഇവിടുന്ന് തൃശ്ശൂരിലേക്കൊരു ലൈന്, നമ്മൾ വന്ന ലൈന്, പിന്നെ ഇവിടുന്ന് പാലക്കാടിലേക്കുള്ളൊരു ലൈന്, ഞാൻ ഇപ്പോൾ കാണിച്ച ലൈന്. അങ്ങനെ മൊത്തം 4 ലൈനുകളുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ കുറേ MD ലോക്കോമോട്ടീവ്സ് കാണുന്നുണ്ട്. അതൊക്കെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ അതൊക്കെ മാറും. ഫുൾ ഇലക്ട്രിക് ലോക്കോ മാത്രമായിട്ട് മാറും ഇവിടെ. കാരണം ഷൊർണൂർ നിലമ്പൂർ ഇലക്ട്രിഫൈഡ് ആയല്ലോ. അവിടെ ട്രയൽ റണ്ണൊക്കെ കഴിഞ്ഞ്. മറ്റേ ചെങ്കോട്ടൈ പുനലൂർ ആ ഭാഗത്തും ട്രയൽ റൺ കഴിഞ്ഞ്. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇവിടെ ഒരു ഗോൾഡൻ റോക്കിൻ്റെ WDP 4D. ഇവിടെയൊക്കെ മൊത്തം പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ നിലമ്പൂർ ലൈൻ ഈ അറ്റത്ത് കാണുന്ന വലത്തെ ഭാഗത്ത് കാണുന്ന ഈ ലൈൻ. സമയം ഇപ്പം 4:05. ട്രെയിൻ ഇതാ കോഴിക്കോട് എത്തുകയാണ്. ഞാൻ നല്ല ഉറക്കുറങ്ങി. ഷൊർണൂർ ഇട്ടപ്പോൾ സീറ്റിൽ പറ്റിയിരുന്നത്. പിന്നെ അറിഞ്ഞത് ഇപ്പോൾ ജസ്റ്റ് ഔട്ടറിലെത്തിക്കാകുമ്പോൾ ഔട്ടറിലൊന്ന് പിടിച്ചിട്ടിന് ട്രെയിന്. അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓണടിക്കുമ്പോൾ പറഞ്ഞേ കോഴിക്കോട് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ വന്നത്. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇവിടെ നിന്ന് വേറെ ട്രെയിൻ കയറി കാനങ്ങാട് പോകുന്നതെന്നല്ല, പരശുരാമിൽ തന്നെയാണ് കാനങ്ങാടിലേക്ക് പോകുന്നത്. ഈ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പാർക്കിങ്ങിൽ ഇങ്ങി അറ്റത്തൊക്കെ വന്നിരിക്കുക. ഈ മരമുള്ള ഭാഗത്തേക്ക് നല്ല മരമുണ്ട്, നല്ല തണലുണ്ട്. അങ്ങോട്ടേക്ക് വന്നതിൻ്റെ കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ വണ്ടി ഇവിടെ എത്തേണ്ടത് 4:25-നാണ്. അത് പോകേണ്ടത് 5 മണിക്ക്. ഇവിടെ ഓൾറെഡി 4:05 എത്തി. അപ്പോൾ 55 മിനിറ്റ് ഇവിടെ പോസ്റ്റ് ആകുന്ന വണ്ടിയാണ്. എന്ത് ചെയ്യണം പിന്നെ ഇവിടെ ഇന്ന് ട്രെയിനിൽ നിന്ന് ബോറടിച്ചൊന്ന് ആലോചിക്കുക. സംഭവം ഇത് എന്തിനാണ് ഇങ്ങനെ പിടിച്ചിടുന്നത്? ഒരു അർത്ഥമില്ലാതെ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ വണ്ടിക്ക് അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ് ഇത് ഊക്കറ്റി പീക്കിലുള്ള വണ്ടിയാണ്. ഇതിനൊരു പ്രൊഫഷണൽ ഊക്കാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടി ഇവിടെ ഒരു കാരണമില്ലാതെ 45 മിനിറ്റ് ടെക്നിക്കൽ ഹാൾട്ടല്ല, 45 മിനിറ്റ് ഓർഡിനറി ഹാൾട്ട്, അതായത് ഷെഡ്യൂൾഡ് ഹാൾട്ട്, ടൈമിലുള്ള ഹാൾട്ടാണ് ഇത്. അതായത് ഏർലി വന്നിട്ട് പോകുന്നതല്ല. ഒന്നാമതേ ഈ വണ്ടി ഉരുട്ടി വരുന്നത്. പക്ഷെ ഇത് എത്ര ഉരുട്ടി വന്നാലും ഇതിന് കറക്റ്റ് ടൈമാകുമ്പോൾ എത്തുന്നു സ്റ്റേഷനിലേക്ക്. അത് കാരണം വേറൊന്നുമല്ല, ഇതിന് ഉരുട്ടി വരുന്നതുകൊണ്ട് ഇതിന് ടൈം കൊടുത്തത് ഉരുട്ടിയ ബഫർ ടൈമിൽ ഫുള്ള് ഉരുട്ടിയിട്ടുള്ള ടൈം തന്നെയാണ്. അപ്പം കാനങ്ങാട് നിന്ന് കണ്ണൂരിലേക്ക് 2 മണിക്കൂറെങ്കിൽ 1 മണിക്കൂറേ ഇല്ല ശരിക്കും. അപ്പോൾ ഇതിന് 2 മണിക്കൂർ കൊടുക്കും ബഫർ ടൈം പോലെ. പക്ഷേ ഇത് 2 മണിക്കൂർ ഉരുട്ടിയിട്ട് ലെവലാക്കിയിട്ട് 2 മണിക്കൂറിൽ കണ്ണൂർ എത്തിക്കും. അങ്ങനെ ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ മറ്റേ അമൃത്സർ വണ്ടിയില്ലേ, കൊച്ചുവേളി അമൃത്സർ, അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാറുണ്ട്. അതിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോ വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകും. പിന്നെ 5 മണിയാകുമ്പോൾ നമ്മൾ നല്ല അതിൻ്റെ ബാക്കിൽ എടുത്തിട്ട് പോകും. കാനങ്ങാട് എത്തുമ്പോഴേക്ക് ഒരു 7:40 8 മണിയാവും. നമ്മൾ ഈ വണ്ടിക്ക് പരശുരാം എന്നുള്ള പേര് പോകാൻ കാരണം എന്താ അറിയാമോ? പരശുരാം എന്നുള്ള പേര് കിട്ടിയത് ഈ വണ്ടി ഓടുന്നത് കേരളത്തിലൂടെയാണ്. പരശുരാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കേരളവും കൊങ്കൺ തീരവും സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ പരശുരാം. അപ്പോൾ പരശുരാം അവരോടുള്ള ആദരണ സൂചകമായിട്ട് ഈ വണ്ടിക്കും പിന്നെ ഈ നമ്മുടെ ട്രെയിന് കേരളത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഈ വണ്ടിക്ക് പരശുരാം എന്നുള്ളൊരു പേര് ലഭിച്ചത്. അത് നേരത്തെ നമുക്ക് ഷൊർണൂർന്ന് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ പേര് പരശുരാം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പേരാണ്. അതേപോലെ ട്രെയിനുകൾക്ക് നദിയുടെ പേര് കൊടുക്കാറുണ്ട്. നേത്രാവതി, ശരാവതി എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, അതൊക്കെ നദിയുടെ പേരിലുള്ള ട്രെയിനുകളാണ്. പിന്നെ അതുപോലെ തന്നെ
ആ ട്രെയിൻ പോകുന്ന നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഗോൾ ഗുംബാസ്, ഗ്രാൻഡ് ട്രങ്ക്, അതുപോലത്തെ ട്രെയിനുകളുണ്ട്. പിന്നെ ആ നാട്ടിലുള്ള മുമ്പത്തെ പേര് വെച്ചിട്ട്, അതായത് മംഗള ലക്ഷദ്വീപ്, ഏറനാട്, പിന്നെ നെല്ലായി സൂപ്പർ ഫാസ്റ്റ്, അതേപോലെ പിന്നെ സാധാ പോലെ മറ്റേ നെയ്മൊന്നുമില്ലാതെ മറ്റേ സ്ഥലത്തിൻ്റെ പേരുണ്ടാവില്ലേ ഈ ട്രെയിൻ. ഇപ്പം വേരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ്, അതേപോലെ എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ്, അതേപോലെ അങ്ങനെയാണ് ഈ ട്രെയിനിന് പേരുകൾ നൽകുന്നത്. ഞാൻ ഇതുവരെ ഇവിടുന്ന് പോയിട്ട് നല്ല തണലുണ്ട്. ഇവിടെ വേണ്ട നല്ല മയക്കുള്ള ചാൻസ് ഉണ്ടാവും. ഞാൻ എന്തായാലും സ്റ്റേഷനകത്തേക്ക് തന്നെ പോട്ടെ. നമുക്ക് അമൃത്സർ വണ്ടീനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അമൃത്സർ വണ്ടി 1 വരാൻ ചാൻസ്, 3 നമ്മൾ വന്ദേ ഭാരത് ഇപ്പോൾ വരുന്ന അനൗൺസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമൃത്സറിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ആയിട്ടില്ല, അത് കല്ലായിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ വന്ദേ ഭാരതാണ് കേട്ടോ. നമ്മളെ വന്ദേ ഭാരത് ഇവിടുന്ന് പോലായി. മറ്റേ അമൃത്സർ വണ്ടി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന് നമ്മളെ വണ്ടി പോയതിന് 10 മിനിറ്റ് ആയില്ല. പക്ഷേ അമൃത്സർ വണ്ടി പോയിട്ട് നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. ഇതിപ്പോൾ ഇതിനെ വീട്ടിൽ എടുക്കും. ഇത് പാലക്കാട് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ ആണ്. മറ്റേ നമ്മളെ ഓറഞ്ച് ഉള്ളത് പാലക്കാട് ഡിവിഷൻ്റെ ആണ്. പോയി ഇതിൻ്റെ ആക്സിലറേഷൻ നോക്കിക്കോ നിങ്ങൾ വിട്ടപ്പോൾ തന്നെ. ഇത് ലൂപ്പ് ട്രാക്ക് ആയിട്ടും ഇത്ര സ്പീഡിലാണ് എടുക്കുന്നത്. പരശുവിലുള്ള ആൾക്കാരുടെ അവസ്ഥ നോക്കിയാൽ ജനറലൊക്കെ ജാം ബാക്ക്ഡാണ്. ഇനിയും 10 മിനിറ്റ് കാത്തിക്കണം. ഇപ്പം തന്നെ 40 മിനിറ്റ് കാത്തുന്ന ഇവരെല്ലാം. റിസർവേഷൻ കുഴപ്പമില്ല. അവിടത്തേക്ക് TT മറ്റേ ജനറൽ ടിക്കറ്റ് ഒന്നും കയറുന്നില്ല, സീറ്റ് ഉണ്ടാവും. പിന്നെ സ്പേസും ഉണ്ട്. TT ജനറൽ ടിക്കറ്റ് വരുമ്പോൾ എടുത്ത് കീന് വായിക്കുന്നത്. അപ്പം നിങ്ങൾ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് സെക്കൻഡ് സിറ്റിംഗ് അങ്ങ് എടുക്കുക. കൊച്ചുവേളിയിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സർ വരെ പോകുന്ന കൊച്ചുവേളി അമൃത്സർ സൂപ്പർ ഫാസ്റ്റ്. ഇതിന് പോകേണ്ട ആൾക്കാരെല്ലാം തിരക്കിട്ട് പാന് പോകുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ കൂളായിട്ടുണ്ട്. പരശുരാമിന് പോകുന്ന ആൾക്കാരെല്ലാം കൂളായിട്ട് ചായ അടിക്കാനും അപ്പുറത്ത് ബിരിയാണി കഴിക്കാനും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ്. ഈ ആദ്യത്തെ അക്കം സൂചിക്കുന്നത് ട്രെയിനിൻ്റെ കാറ്റഗറിയും പിന്നീടുള്ള 2 അക്കങ്ങൾ സൂചിക്കുന്നത് ട്രെയിൻ ഏത് ഡിവിഷൻ്റെ വണ്ടിയിൽ നിന്നാണ്. ഇപ്പോൾ 66 എന്ന് പറയുമ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ, ട്രിവാൻഡ്രം ഡിവിഷന് 63. ട്രെയിൻ വടകരന്ന് ഡിപ്പാർട്ടുന്ന സമയത്തിന് ആരോ ചെയിൻ വലിച്ചു. കാരണം ഒരു പുള്ളിക്കാരൻ ട്രാക്കിലേക്ക് വീണു. അപ്പോൾ തന്നെ ഏതോ ഒരു പുള്ളിക്കാരൻ ചെയിൻ വലിച്ചു ട്രെയിൻ നിർത്തിച്ചു. പുള്ളിക്കാരൻ ഇപ്പോൾ സേഫാണ്. അപ്പോൾ ഉടനെ ട്രെയിനിൽ നിന്ന് നിങ്ങൾ ചാടി കയറിയത്. ഇതാ ട്രെയിന് കുറച്ച് പുറത്തോട്ട് പോയിട്ടാണുള്ളത്. ആ ഒരു സ്റ്റാർട്ടർ സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പുറത്തുണ്ട്. മറ്റേ അഡ്വാൻസ് സ്റ്റാർട്ടർ ഇപ്പോൾ ഗ്രീൻ ലൈൻ അത്ര. ട്രെയിൻ കണ്ണൂരെത്തി. എന്ത് മഴയാക്കി ഇപ്പോൾ, എത്ര നല്ല മഴയായിട്ടാ. ട്രെയിൻ കുറച്ച് ലേറ്റും ഉണ്ട്. അതെന്തായാലും ഓടി ശരിയാവും. പയ്യന്നൂരും കാനങ്ങാട് എത്താൻ കുറച്ച് ബഫർ ടൈം ഉണ്ട്. അത് കിട്ടിയെങ്കിൽ ഇന്നുകൂടി ലേറ്റ് ആവും. അതിപ്പോൾ ഇനി രാത്രി ആയതുകൊണ്ട് ഓടിയെടുക്കും തോന്നുന്നു. നല്ല മിന്നു അറിയുന്നുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 563 കിലോമീറ്റർ കവർ ചെയ്ത് ട്രെയിൻ ഇതാ എൻ്റെ നാടായ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
മൈ ഹോം സ്റ്റേഷൻ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നെയിം ബോർഡിൻ്റെ അടുത്തേക്ക് വന്നതാണ്. എന്താണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കാണുന്ന ഷെൽട്ടറൊക്കെ ഉണ്ടാകും. പണ്ട് അവിടെയൊക്കെ എന്ത് നല്ല മരങ്ങളുണ്ടായ സ്ഥലങ്ങളറിയോ. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗം വരുമ്പോൾ മരങ്ങളും പോയി, അവിടെ ഷെൽട്ടറും വന്ന്. പിന്നെ ഇപ്പോൾ ഫുള്ളും റെഡെത്തി കിടക്കുകയാണ്. മലബാർ പോയിട്ടാണ് ഇപ്പോൾ പോയതേ, ജസ്റ്റ് പോയതേലും. പിന്നെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ബസ് കണക്ഷൻ പോയി നാട്ടിലേക്കുള്ള. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഓട്ടോ ആക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ വഴിയൊക്കെ ഉണ്ട്, നടന്നിട്ട് എങ്ങനെയാണ് പോവാം. ഇവിടുന്ന് വളരെയധികം അടുത്താണ് സ്റ്റേഷനിൽ വീട്ടിലേക്ക്. ഇനിയിപ്പം മംഗള വരാനുണ്ട്, ഇവിടത്തേക്ക് നേത്രാവതിയും വരാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ പരശുരാം എക്സ്പ്രസ്സിലെ യാത്ര ഒരു അടിപൊളി യാത്രയായിരുന്നു. ട്രെയിൻ ഭയങ്കര ഉരുട്ടലായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം ടു ഷൊർണൂർ ഭയങ്കര ഉരുട്ടലായിരുന്നു, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഷൊർണൂർ റേറ്റ് സ്പീഡ് കൂടി. പിന്നെന്താ പറയുക, മറ്റേ ഉരുട്ടലാണെങ്കിലും കറക്റ്റ് ടൈമാണ് എല്ലായിടത്തും. ഇപ്പം എന്താ ബഫർ ടൈം ഉണ്ട് എല്ലായിടത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഫർ ടൈം ഉണ്ടായതുകൊണ്ട് ആ ഉരുട്ടലിനനുസരിച്ചിട്ട് തന്നെ ഒരു ബഫർ ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്തിട്ട് വരാൻ പറ്റും, സേഫായിട്ട് തന്നെ യാത്ര ചെയ്തിട്ട് വരാൻ പറ്റും. സെക്കൻഡ് സീറ്റിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ മാത്രം സെക്കൻഡ് സീറ്റിംഗ് ജനറൽ പോലെയോ, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇത് ട്രെയിനിൽ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മലബാർ സൈഡിലേക്ക് അല്ല മലബാറിന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ വടകര വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നതുകൊണ്ടാണ് ട്രെയിൻ കുറച്ച് ലേറ്റ് ആകാനുള്ള കാരണം. അല്ലെങ്കിൽ ട്രെയിൻ ഓൺ ടൈം എത്തിയാണ്. ഇപ്പോൾ സമയം 8:31. ഞാൻ രാവിലെ 6:15 കയറിയത്. വൈകിട്ട് 6:15 12 മണിക്കൂർ, 7:15 8:15 14 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അതും ഒരു ഇൻ്റർസിറ്റി വണ്ടിയിൽ ആദ്യമായിട്ടാണ് 14 മണിക്കൂർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരശുരാമിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പോയി കിട്ടും, ഒരു ദിവസം മിച്ചം. പിന്നെ അല്ലാതെ നിങ്ങൾ ഏറനാടൊക്കെ യാത്ര ചെയ്യണം. ഏറനാടൊക്കെ യാത്ര ചെയ്ത് വൈകുന്നേരം നമ്മൾക്ക് എത്തും. നമ്മൾ കാനങ്ങളൊക്കെ വൈകുന്നേരം നമുക്ക് എത്തും. ഞാൻ ഏറനാട് പരമാവധി ഒഴിവാക്കി തന്നെയാണ്, പരശുരാമം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അമൃത്സർ കൊച്ചുവേളി ആ വണ്ടി ഉണ്ടായിട്ടില്ലേ, അതും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒഴിവാക്കി, പരശുരാമം തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ മധുരയിൽ നിന്ന് പാലക്കാട് വന്നിട്ട് അവിടെ നിന്ന് വെസ്റ്റ് കോസ്റ്റിലേക്ക് നാട്ടിലേക്ക് അറിയുന്നു. ഞാൻ വളർന്നിരുന്ന് ട്രിവാൻഡ്രം പോയി അവിടെ നിന്ന് പരശുക്ക് കയറാനുള്ള വാശി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മധുരൈ അമൃത എക്സ്പ്രസ്സിൽ ഞാൻ ടിക്കറ്റ് നോക്കിയിനി, കുറച്ച് വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായിന്. ഇപ്പുറത്തും വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായത്, അതുകൊണ്ട് ഇപ്പുറത്ത് കുറച്ച് കൺഫേം ആകാൻ ചാൻസ് കൂടുതലാണ്. ഗുരുവായൂർ എക്സ്പ്രസ് അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയതാണ്. ഇപ്പോൾ കാനങ്ങാട് ഇതേ സ്ഥലത്ത് നിന്ന് നമ്മൾ ട്രിപ്പ് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ട്രിപ്പ് അവസാനിക്കുകയാണ്. കാനങ്ങാട് ടു എറണാകുളം പൂർണ്ണ എക്സ്പ്രസ്സിൽ തുടങ്ങി എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്, കൊല്ലം മധുരൈ പുനലൂർ മധുരൈ എക്സ്പ്രസ്സിൽ കൊല്ലത്ത് നിന്ന് മധുരയിലേക്ക്, പിന്നെ ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ മധുരൈ ട്രിവാൻഡ്രത്തേക്ക്, പിന്നെ നമ്മളെ പരശുവിൽ ട്രിവാൻഡ്രം ടു കാനങ്ങാട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മധുരൈ രാമനാഥപുരയും. അപ്പം ഇപ്പം ഞാനിങ്ങനെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ 2 പിള്ളേരെ കണ്ടിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മളെ ഇസാക്ക് ആൻഡ് ഹബീബ്. രണ്ടാളും നോക്കുന്നില്ല, ക്യാമറയിൽ നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബസ് മിസ്സായ കാരണം നമ്മൾ 3 ആൾ ഒരുമിച്ച് തന്നെ പോകുന്നു. അക്കി വരെ കാനങ്ങാട് ടൗണിൽ നിന്ന് കിട്ടിയതാണ്. നായലുള്ള വയ്യാണ്ട് ഇത്, ഇടക്ക് നായലുണ്ടാവും അവിടക്ക്. പക്ഷെ ഹബീബ് ഉണ്ടാകൊണ്ട് പഠിക്കണ്ട, ഒരു നായി അടക്കൂല. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ, ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി. ഇതെവിടെ എത്താൻ കിടക്കുന്നുണ്ട്, നമ്മളെ കടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടൗണിൽ നിന്ന് നമ്മങ്ങനെ നേരെ വന്ന വഴി ഇത് കാണുന്നത് കാനങ്ങാട് നമ്മളെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ വലത്തോട്ട് പോകുന്ന റോട്ടിലേക്കാണ് പോകേണ്ടത്. എൻ്റെ വീട്ടിലേക്കുള്ള വഴി വിടുന്നത് അവിടെയാണ്. ഈ കുശാൽ നഗർ വഴിയാണ് പോകുന്നത്. കാനങ്ങാട് കുശാൽ നഗറൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുശാൽ നഗറിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് ആവി അങ്ങനെ മുറിയുന്നവരേക്ക് എത്തും നമ്മൾ. ഇപ്പോൾ ഇവിടെ നിന്നാ വണ്ടി റിക്ഷ ഏതെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. അതാണ് നടക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെയല്ല, ഉള്ള സർപ്രൈസ് അല്ല, അടിപൊളി വേണ്ട. ഭയങ്കര സംഭവമല്ല.
ഇതാണ് ഇവിടുത്തെ റെയിൽവേ ഗേറ്റ്, കുശാൽ നഗർ റെയിൽവേ ഗേറ്റ്. ഈ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്തേക്ക് പോകണം നമ്മൾ. ഞാൻ ഇന്ന് വീട് വരെ നടക്കുന്നതുകൊണ്ട് വീട് വരെയുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ച്, വീടിൻ്റെ നാട് വരെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ സിഗ്നലൊക്കെ റെഡായിട്ട് തന്നെ കിടക്കുന്ന അവിടെ കാണുന്ന കേട്ടോ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. നാട്ടിലത്തെ പിള്ളേരാണ് കൈസ വേർക്കാൻ. കൈസ ഇവിടുന്ന് ഒരു നായ് വരച്ചതാ, ഒരു നായ് വരച്ച് അവരെണ്ടാളെ എത്തണ്ടെത്തി. കണ്ട രാത്രി നായക്കുള്ള വയ്യാണ്ട് ഇത്. ഇവിടുന്നും ഒരു മച്ചാൻ കുരക്കുന്നുണ്ട്. ഇതാ എന്നിട്ട് നോക്കണ അയ്യോ. ഇതുകൊണ്ടാണ് രാത്രി നടക്കരുത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതുവഴി വന്നിട്ട് ഇവിടത്തേക്ക് എത്തി. ഇതാണ് എൻ്റെ നാട് മുറിയനാവി. ഞാൻ കയറുന്ന ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റോപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് കാനങ്ങാടിലേക്ക് കയറും, പിന്നെ കാനങ്ങാട് നിന്ന് ഇവിടെ വന്ന് ഇറങ്ങും. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നമ്മളെ കുറച്ച് പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവര് പോരായി, ഞാനും. നമുക്ക് അടുത്ത ജേണി വീഡിയോയിൽ കാണാം. അതുവരെക്കും അപ്പം ബൈ, നമസ്കാരം. നന്ദി, നമസ്കാരം, ടാറ്റ. ഇനി ഇവരുണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഉസാറായി. ബൈ.